ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഞാൻ 2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 2-3 മണിക്കൂർ വയ്ക്കാം. 4-5 മണിക്കൂറിന് ശേഷം അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് അവിടെ വയ്ക്കാം. അതിലെ വെള്ളം മുഴുവൻ മാറിയാലേ ഉള്ളൂ ഈ വട പൊട്ടാതെ ഇരിക്കുകയുള്ളൂ. ഇനിയും കുറച്ച് 2 ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ മാറ്റി വെക്കുന്നത് നമുക്ക് കുറച്ച് കടിക്കാനായിട്ട് കിട്ടാനാണ്. ബാക്കി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണ്. അപ്പം മിക്സിയിലിട്ട് അടിക്കേണ്ടതിൻ്റെ കൂടെ നമുക്ക് ഉള്ളി ഒരു 10 എണ്ണം, പച്ചമുളക് ഒരു 4 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കായം ഒരു 1/2 ടീസ്പൂണും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം മിക്സിയിലിട്ടൊന്ന് അടിക്കാം. വെള്ളമൊന്നും ഒട്ടും പാടില്ല. അടിച്ച ശേഷം നമുക്ക് ആ മാറ്റി വെച്ച മിക്സിയിലിട്ട് അടിക്കാത്ത 2 ടേബിൾ സ്പൂൺ പരിപ്പും കൂടെ ആഡ് ചെയ്ത് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നാരങ്ങ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയ ശേഷം നല്ലപോലെ പരത്തി എടുക്കാം. നല്ലപോലെ പരത്തി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളാവത്തില്ല. നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പം ഇത് വറുത്തെടുക്കാം. ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പി വേണ്ടവ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.